Hi guys, good evening. So, IBPS POയുടെ മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണെന്ന് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 20 ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഈ 20 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനങ്ങളെന്ന് വെച്ചാൽ 3 DIs നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, 3 DIs, പിന്നെ 5 സിംപ്ലിഫിക്കേഷൻ. അങ്ങനെ ഈ 20 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമല്ല ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ എത്ര ടൈം അലോട്ട് ചെയ്യാം, എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്, DI എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതി തന്നെ ചെയ്യണോ, ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നിങ്ങൾക്ക് DIയും സിംപ്ലിഫിക്കേഷനും ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമുക്ക്. പക്ഷേ ഈ DIയും സിംപ്ലിഫിക്കേഷൻ മാത്രമല്ലല്ലോ ഒരു സെക്ഷനിൽ വരുന്നത്, ഒരു സെക്ഷനിൽ ബാക്കി ഇനി റോങ് നമ്പർ സീരീസ് ഉണ്ടാവും, മിസ്സിംഗ് നമ്പർ ഉണ്ടാവും, ക്വാഡ്രാറ്റിക് ഉണ്ടാവും, അരിത്തമാറ്റിക് സീരീസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പല പാർട്ടുകളും ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് 15 ക്വസ്റ്റ്യൻ IBPS POയുടെ 35 ക്വസ്റ്റ്യൻസിൽ ബാക്കിയുള്ള 15 ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ആ 15 ക്വസ്റ്റ്യൻസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5 റോങ് നമ്പർ സീരീസും പിന്നെ ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസ് അരിത്തമാറ്റിക്കുമാണ്. അപ്പോൾ ഓരോ അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസും എങ്ങനെ അപ്രോച്ച് ചെയ്യാം, സാധാ കൺവെൻഷണൽ മെത്തേഡ് വേണോ അതോ പുതിയ മെത്തേഡ്സ് ചെയ്യണോ, അതോ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് 30 to 40 സെക്കൻഡ്സ് മാക്സിമം 1 മിനിറ്റ് അതിനുള്ളിൽ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. റോങ് നമ്പർ സീരീസിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് അപ്രോച്ച് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് നോക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ എന്നാ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്ക്. ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ ഡിഫറൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് പാർട്ടുകളും അതിൻ്റെ ഡിഫറൻസുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത് വെച്ചിട്ട് ഈ സെക്കൻഡ് സീരീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. ഓക്കെ അല്ലേ? സെക്കൻഡ് സീരീസ് വെച്ച് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ സെക്കൻഡ് സീരീസിൽ എന്ത് ലോജിക്കാണ് ഫോളോ ചെയ്തിട്ടുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഓക്കെ, നോക്കിയോ? ആൻസർ കിട്ടിയോ? ഇതിപ്പോൾ എങ്ങനെയാണ് വരുന്നത്? കാരണം ഡിഫറൻസുകൾ എടുത്തിട്ടുണ്ട്. 115, 127, 156, 182, 210 ഡിഫറൻസുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോട്ടൽ ഡിഫറൻസുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ? കോമൺ ആയിട്ട് ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ നിങ്ങൾക്കൊരു കറക്റ്റ് വാല്യൂ അല്ല കിട്ടുന്നത്, മാറി മാറി പോകുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, കോമൺ ആയിട്ട് ഇല്ല എന്താ പറയുക ഒരു ലോജിക്ക് എന്താ ഇതിൽ കിട്ടുന്നുണ്ടോ? എന്താ ഫോളോ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ കൂടുതലും എക്സാമിന് കണ്ടുവരുന്നൊരു സീരീസാണ് 2 അടുത്തുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സീരീസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ 10 × 11, 21 × 22 ഇങ്ങനെ 2 സീരീസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സീരീസുകളുണ്ട്. അടുത്തുള്ള 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സീരീസ്. ആ സീരീസാണ് ഇതിൽ ഫോളോ ചെയ്തിട്ടില്ലേ. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ എളുപ്പത്തിൽ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ 210 നോക്കാം. 210ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 7, 3, 2, 5 ആണ് ഫാക്ടേഴ്സ്. 7, 3, 2, 5 ആണ് ഫാക്ടേഴ്സ്. ഈ 7, 3, 2, 5 വെച്ചിട്ട് 2 അടുത്തുള്ള നമ്പേഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഒന്ന് നോക്ക്. ഉദാഹരണം പറയുകയാണെങ്കിൽ 3 × 5 എത്രയാ? 15. 2 × 7 14. 14 × 15 അപ്പോൾ 210 ആണ്. ഓക്കെ അല്ലേ? 14 × 15 ആണ് 210 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരണം? ഇവിടെ 14 × 15 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 13 × 14 വരണം. 13 × 14. 13 × 14 എത്രയാ? 140 + 42. 140 + 42 182. കറക്റ്റ് അല്ലേ? 182 അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ 156 എന്ത് വരണം? ഇതിലെ ഫസ്റ്റ് നമ്പർ ആയിരിക്കും ഇവിടെ ലാസ്റ്റ് നമ്പർ 13. 13ൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 12 × 13. 12 × 13 എത്രയാ? 130 + 2 × 13 26. 130 + 26 156. കറക്റ്റ് അല്ലേ? ഇവിടെയും കറക്റ്റ് ആണ്. ഇനി 127 നോക്കിയാലോ? 127 അപ്പോൾ എന്ത് വരണം? 11 × 12 വരണം. 11 × 12. 11 × 12 എന്താ? 132. പക്ഷേ ഇവിടെ 127 വന്നേ. അപ്പോൾ ഇത് റോങ് ആണ്. ഓക്കെ അല്ലേ? ഇത് റോങ് ആണ്.
ഇനി 150 നോക്കിയാലോ. 150 എന്ന് വെച്ചാൽ ഇവിടെ 11 into 12 ആണെങ്കിൽ ഇവിടെ 10 into 11 വരണം. 10 into 11 എന്ന് വെച്ചാൽ 110 ആണ്, ഇവിടെ 115 ആണ്. അപ്പോൾ ഇവിടെ 5 ഡിഫറൻസ്, ഇവിടെ 5 ഡിഫറൻസ്, ഇവിടെ 5 കൂടുതൽ വേണം, ഇവിടെ 5 കുറവ് വേണം. സോ എന്താണ്, ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലാണ് തെറ്റ്, അതായത് 255 തെറ്റ്. ഈ രണ്ടെണ്ണത്തിന് സെൻറ്ററിൽ വരുന്ന സംഖ്യയായ 255 ആണ് തെറ്റ്. ഓക്കെ അല്ലേ, 255 ആണ് തെറ്റ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് നമുക്ക് വരേണ്ടത് 132 ആണ്. 132 ഡിഫറൻസ് വരണമെങ്കിൽ ഇവിടെ എന്ത് കുറയണം, 5 കുറയണം. കാരണം ഇവിടെ ഒരു 5 കൂടുന്നുണ്ട്, അപ്പോൾ ഇവിടുത്തെ ഒരു 5 കുറയണം. സോ 255 പകരം നമുക്ക് 250 ആണ് വരുന്നത്. ഓക്കെ അല്ലേ. സോ ഏതാണ് റോങ് നമ്പർ, 255. ഇവിടെ 250 വന്നാൽ കറക്റ്റ് ആവും. ഇവിടെ 250 വന്നാൽ ഇവിടെ 110 ആവും. 110 എന്ന് പറഞ്ഞാൽ 10 into 11. 250 into 382 എന്ന് പറഞ്ഞാൽ 132, 11 into 12. എല്ലാം ഓക്കെ ആയില്ലേ. അപ്പോൾ 10 into 11, 11 into 12, 12 into 13, 13 into 14, 14 into 15. ഇതാണ് സീരീസ്. നിങ്ങൾക്ക് ഈ സീരീസ് കാണുമ്പോൾ ഈ മോഡൽ സീരീസുകൾ പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇങ്ങനെ ഈ ഡിഫറൻസ് എടുത്ത് ഡബിൾ ഡിഫറൻസിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ സീരീസ് അല്ല പോകുന്നത്, സ്ക്വയർ, ക്യൂബ്, പ്രൈം വെച്ചൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സീരീസ് നിങ്ങൾ നോക്കേണ്ടതാണ്. കാരണം ഈ സീരീസ് കാരണം രണ്ട് അടുത്തുള്ള നമ്പേഴ്സ് കൺസിക്യൂട്ടീവ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സീരീസാണ് വരാൻ ചാൻസ് കൂടുതൽ. ഓക്കെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, 20 seconds. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്തോ, കംപ്ലീറ്റ് ചെയ്തോ. ഏതാണ് ആൻസർ വരുന്നത് നോക്കാം. ഏതൊക്കെ നമ്പേഴ്സ് ഏതൊക്കെ വരുന്നത്, 64, 102, 132, 156, 176, 189. ഓക്കെ, ഇതല്ലേ നമ്പേഴ്സ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതൊരിക്കലും ഒരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് അല്ല, കാരണം എല്ലാ നമ്പേഴ്സും അടുത്തടുത്താണ് വരുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ഡിഫറൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഡിഫറൻസ് നോക്കാം. ഇതിൻ്റെ ഡിഫറൻസ് എത്ര വരുന്നത്, 38 അല്ലേ വരുന്നത്, 38. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസോ 102, 132 എത്ര വരുന്നത്, 30 അല്ലേ വരുന്നത്, 30. 132, 156, 132, 156 എത്രയാ, 24. 156, 176, 20. നെക്സ്റ്റ് 176, 189. 176ഉം 189ഉം എത്ര വരുന്നത്, 13 അല്ലേ വരുന്നത്, 13. ഓക്കെ, ഇതാണ് ഡിഫറൻസ്. ഈ ഡിഫറൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഡിഫറൻസ് എന്തോ കോമൺ ആണോ, അല്ല. ഈ ഡിഫറൻസിൽ നിങ്ങൾക്ക് 13 മുതൽ 20 വരെ A ആണ് ഡിഫറൻസ്. ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് കറക്റ്റ് അല്ല. അപ്പോൾ നെക്സ്റ്റ് ഡബിൾ ഡിഫറൻസ് എടുക്കും. ഡബിൾ ഡിഫറൻസ് പറയുമ്പോൾ ഇവിടെ 8 വരും. ഓക്കെ, 30, 24, 6, 24, 24, 20, 13, 7. ഇത് നിങ്ങൾ എന്തെങ്കിലും കോമൺ കാണുന്നുണ്ടോ, കോമൺ ഉണ്ട്. കാരണം 4, 6, 8. ഓക്കെ അല്ലേ, 2 കൂടുന്ന സീരീസാണ് ഇവിടെ വരുന്നത്. 4, 6, 8 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരണം, ശരിക്ക് ഈ 7 പകരം ഇവിടെ 2 വരണം. ഇവിടെ 2 വന്നാലേ നമുക്ക് ആൻസർ കറക്റ്റ് ആവുള്ളൂ. അതിനർത്ഥം എന്താ, ഈ ലാസ്റ്റ് ഡിജിറ്റാണ് തെറ്റ് വന്നിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെ പോയി 189ലാണ് തെറ്റ്. 189ലാണ് തെറ്റ്. ലാസ്റ്റ് ഡിജിറ്റാണ് നിങ്ങൾക്ക് തേർഡ് ഡിഫറൻസിലും ലാസ്റ്റ് ഡിജിറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ നമ്പർ ആയിരിക്കും തെറ്റ്. 189ആണ് തെറ്റ്. കറക്റ്റ് ആയില്ല നമ്പർ ഏതാ, ഇവിടെ 2 വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ 20ന്ന് 2 കുറഞ്ഞ സംഖ്യയാണ് വരേണ്ടത്. 13 പകരം എന്ത് വരണം, 18 വരണം. 18 വന്നാൽ 176 18 ആഡ് ചെയ്താൽ എത്രയാ, 194 വരും. 194 വന്നാലേ സീരീസ് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ 8, 2, 4, 6, 8 തേർഡ് ഡിഫറൻസിൽ വരുന്ന തേർഡ് ഡിഫറൻസ് എടുക്കുമ്പോൾ 2, 4, 6, 8 സീക്വൻസ് വരണം. ഓക്കെ അല്ലേ. അപ്പോൾ സെക്കൻഡ് റോങ് നമ്പർ സീരീസ് ഇങ്ങനെ വരുന്നത്. ഇതിലേതാണ് തെറ്റ്, 189ആണ് തെറ്റ്. സി ആണ് ഓപ്ഷൻ തെറ്റ്. ഓക്കെ അല്ലേ. അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആ 10 into 11 ആ അപ്രോച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം
അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു സീരീസാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സാമിന് ഷുവറായിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് റോങ് നമ്പറിൽ 5 ക്വസ്റ്റ്യനിൽ ഒരു 3 ക്വസ്റ്റ്യനാണ് നിങ്ങൾ ഉറപ്പായിട്ടും ടാർഗറ്റ് ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. ആ 3 ക്വസ്റ്റ്യനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവണം. കാരണം വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും എക്സാമിന്. കാരണം ഒറ്റയടിക്ക് നമുക്ക് ഫസ്റ്റ് ഡിഫറൻസും സെക്കൻഡ് ഡിഫറൻസും എടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ചെയ്യും. ഓക്കെ, കിട്ടിയോ? സീരീസ് കിട്ടിയോ? എന്താണ് ഈ സീരീസിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? എടാ നമ്പേഴ്സ് ഏതൊക്കെയാ? 619, 684, 741, 800, 861. എന്താണ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോമൺ സാധനം തോന്നുന്നുണ്ടോ? 619 to 861 വരെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു കോമൺ തോന്നുന്നുണ്ടോ? എന്താണ്? സ്ക്വയേഴ്സാണ് വരാൻ ഏറ്റവും ചാൻസ് ഉള്ളത്. ഓക്കെ അല്ലേ? സ്ക്വയേഴ്സാണ് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല ഒരു സംഗതി എന്ന് പറഞ്ഞാൽ സ്ക്വയേഴ്സ്. അങ്ങനെയാണെങ്കിൽ നോക്കിയാലോ. സ്ക്വയേഴ്സ് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. 619ൻ്റെ അടുത്തുള്ള സ്ക്വയർ ഏതാ? 619ൻ്റെ അടുത്തുള്ള സ്ക്വയർ 625. 25ൻ്റെ സ്ക്വയറാ? 25ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തേ? 25 സ്ക്വയറിന് എന്ത് കുറച്ചു? 25 സ്ക്വയറിന് എന്താ കുറച്ചേ? 25 സ്ക്വയറിന് ഒരു 6 കുറച്ച് കഴിഞ്ഞാൽ 619 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് വൺ 684. 684 എന്ന് വെച്ചാൽ 25ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 26ൻ്റെ സ്ക്വയർ. 26ൻ്റെ സ്ക്വയർ എത്രയാ? 26 സ്ക്വയർ 676 ആണ്. 676 എന്ത് ആഡ് ചെയ്തു? 676 8 ആഡ് ചെയ്താലല്ലേ 684. ഓക്കെ, അപ്പോൾ 8 ആഡ് ചെയ്തു. ഓക്കെ, 8 ആഡ് ചെയ്തു. നെക്സ്റ്റ് 741. 26ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 27ൻ്റെ സ്ക്വയർ. 27ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 729. 729ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 729ൻ്റെ കൂടെ 12 ആഡ് ചെയ്യണം. അപ്പോൾ 12 ആഡ് ചെയ്തു. അവിടെ 12 ആഡ് ചെയ്തു. നെക്സ്റ്റ് 800 എന്ന് വെച്ചാൽ 729 കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 28 അല്ലേ? 28 എന്ന് പറഞ്ഞാൽ എത്രയാ? 784ൻ്റെ കൂടെ, അതായത് 28ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 16 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 800 കിട്ടും. ഓക്കെ അല്ലേ? 800 കിട്ടും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ 861. 861 എന്ന് വെച്ചാൽ നമുക്ക് 841 ആണ് 29ൻ്റെ സ്ക്വയർ വരുന്നത്. 841 29ൻ്റെ സ്ക്വയർ. ആ 29ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുന്നത്? 21 ആഡ് ചെയ്താൽ എന്ത് വരും? 861 വരും. സോ ഇങ്ങനെയാണ് നമുക്ക് സ്ക്വയേഴ്സ് വെച്ചുകൊണ്ട് അടുപ്പിച്ച് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, ഫസ്റ്റത്തിൻ്റെ കൂടെ 8 ആഡ് ചെയ്തു, സെക്കൻഡ് വണ്ണിൻ്റെ കൂടെ 12, തേർഡ് വണ്ണിൻ്റെ കൂടെ 16, ഫോർത്ത് വണ്ണിൻ്റെ കൂടെ ഇവിടെ 20 ആണ്, 20 ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 8 കഴിഞ്ഞാൽ 12ന് 4 ഡിഫറൻസ്, 12 കഴിഞ്ഞ് 16ന് 4 ഡിഫറൻസ്, 16 കഴിഞ്ഞ് 20ന് 4 ഡിഫറൻസ്. 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് വണ്ണിൽ എന്താ ചെയ്തേ? -6 ചെയ്തേ. അപ്പോൾ തെറ്റല്ലേ? അവിടെ ശരിക്കും ഈ 8, 12, 16, 20 പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ 4 ആഡ് ചെയ്യാൻ വേണ്ടേ. അപ്പോൾ 25 സ്ക്വയറിൻ്റെ കൂടെ 4 ആഡ് ചെയ്താലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 25 സ്ക്വയർ പറഞ്ഞാൽ 625, 625ൻ്റെ കൂടെ 4 629. 629 ആണ് ഇവിടെ വരണ്ടേ. ഓക്കെ അല്ലേ? അപ്പോൾ എ ആണ് റോങ്. 619 തെറ്റാണ്. അവിടെ 629 വന്നാൽ ഈ സീരീസ് നമുക്ക് കറക്റ്റ് ആവും. കാരണം 21 സ്ക്വയർ 25 സ്ക്വയർ പ്ലസ് 4, 26 സ്ക്വയർ പ്ലസ് 8, 27 സ്ക്വയർ പ്ലസ് 12, 28 സ്ക്വയർ പ്ലസ് 16, 29 സ്ക്വയർ പ്ലസ് 20. ഓക്കെ അല്ലേ? അപ്പോൾ സ്ക്വയേഴ്സ് വെച്ചിട്ടില്ലേ സീരീസാണ് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലാവുന്നത് വെച്ചാൽ ഈ സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 619, 684, 741, 800, 861 ഈ ഒരു സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം 25ൻ്റെ സ്ക്വയറും 29ൻ്റെ അല്ലെങ്കിൽ 30ൻ്റെ സ്ക്വയർസിൻ്റെയും ഇടയിലുള്ള സംഖ്യകളാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇല്ലെങ്കിൽ ഡബിൾ ഡിഫറൻസ് എടുത്ത് നോക്കുക.
ഓക്കെ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് വൺ നോക്കാം, ചെയ്ത് നോക്ക്. ഓക്കെ, സീരീസ് കിട്ടിയോ? എന്താണ് സീരീസ് വരുന്നത്? 2407 343 98 42 24 17.14. ഇതാണ് സീരീസ് വരുന്നത്. ഈ സീരീസ് എന്താ പറയുക, ഡിഫറൻസ് എടുത്തിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ, ഇവിടെ നമുക്ക് വരുന്നത് ഒരേ ഒരു സീക്വൻസിലല്ല കൂടി പോകുന്നത്. അത്യാവശ്യം നല്ല ഡിഫറൻസ് ഓരോ സംഖ്യകൾക്ക് ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇടയിൽ വരാൻ ചാൻസ് ഇല്ല, മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ ഏതോ ഒരു സീരീസ് ആണ് വരുന്നത്. നോക്കാം. 2407 343 98 42 24 17.14. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഇപ്പോൾ 17 നമുക്ക് കൂടുതലും വരുന്ന സീരീസ് പറഞ്ഞാൽ ×1 ×1.5 ×2 ×2.5. ഒരിക്കലും അങ്ങനത്തെ ഒരു സീരീസ് ഇവിടെ ഫോളോ ചെയ്യുന്നില്ല. കാരണം 17.14ൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 24 കിട്ടാൻ ചാൻസ് കുറവാണ്. 24ൻ്റെ കൂടെ 42 1.5 സംതിങ് ആണ്, 42ന് 1.5 സംതിങ് ആണ്, 98ൻ്റെ ആകുമ്പോൾ ഏകദേശം ഇതൊരു 3 പോയിന്റ് സംതിങ്ങും വരും. അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ അവിടെ വരുന്നില്ല. അപ്പോൾ എന്താണ്, അപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വാല്യൂ ആവാനാണ് ചാൻസ്. ഏതെങ്കിലും ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വാല്യൂ ആവാനാണ് ചാൻസ്. അപ്പോൾ ഏത് വെക്കും? ഏതിൻ്റെ നമ്മളപ്പോൾ ഒരു x/y എന്നുള്ള ഒരു വാല്യൂ ആവാനാണ് ചാൻസ്. കാരണം കറക്റ്റ് 1 1.5 2 2.5 വരുന്നില്ല. അപ്പോൾ ഒരു x/y ചാൻസ് വാല്യൂ ആവാനാണ് ചാൻസ്. അപ്പോൾ ഇതിൽ എക്സും വൈയും നോക്കുമ്പോൾ ഇതിൽ y ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കിയാൽ മതി. കാരണം 343 നമുക്കറിയാം എന്താണ്, 7ൻ്റെ ക്യൂബാണ്. 42 6 × 7. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് അടിയിൽ 7 ആണ് എന്നുള്ള ഏകദേശം ഒരു ഗസ് വെക്കാം. അങ്ങനെ ആ ഗസ് വെച്ച് നോക്കിയാലോ. 343 എന്ന് പറഞ്ഞാൽ 98ൻ്റെ കൂടെ നോക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? 98ൻ്റെ കൂടെ നോക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? 343 നോക്കാം. 343 7ൻ്റെ മൾട്ടിപ്പിൾ എന്നല്ലേ പറഞ്ഞത്? 343/7 ചെയ്ത് നോക്കുക. /7 ചെയ്താൽ എന്താ കിട്ടുന്നത്? /7 വെച്ചാൽ 49. 49 എന്ന് പറഞ്ഞാൽ 49 ആണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. പക്ഷേ ഇവിടെ 98 ആണ് നെക്സ്റ്റ് സംഖ്യ. അതായത് എന്താണ്, അതായത് ഇവിടെ ഈ സംഖ്യ, അതായത് ഇവിടെ കിട്ടിയ 343/7 49 കിട്ടും. ആ 49ൻ്റെ കൂടെ ×2 ചെയ്താലല്ലേ നമുക്ക് 98 കിട്ടുന്നത്? ×2. യെസ്, അങ്ങനെ വരുന്നത്, ×2 വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇവിടെ 2/7 വെച്ച് മൾട്ടിപ്പിൾ ചെയ്തു. അങ്ങനെ ഇവിടെ ആണെങ്കിൽ നമ്മൾ എന്ത് വെക്കണം? ഈ കിട്ടുന്ന 98 എന്ന് പറഞ്ഞ വാല്യൂവിൻ്റെ കൂടെ ഒന്നെങ്കിൽ 3/7 അല്ലെങ്കിൽ 1/7. 3/7 വെച്ച് നോക്കാം. 3/7 98/7 എത്രയാ? 7 ആകുമ്പോൾ 1ഉം 4ഉം 14 കിട്ടും. 14 × 3 42. ഓക്കെ, കറക്റ്റാണ്. നെക്സ്റ്റ് അപ്പോൾ ഇവിടെ എന്ത് വരണം? 42ൻ്റെ കൂടെ ×4/7 വരണം. ×4/7 42/7 6 അല്ലേ? 42/7 6, പിന്നെ 6 × 4 24. കറക്റ്റാണ്, 24. അപ്പോൾ ഈ 24ൻ്റെ കൂടെയോ ×5/7 വരണം. 24/7 എന്താ? 24/7 എന്താടാ? 21ൽ 3 വരും. 21ൽ 3 വരും. /7 ചെയ്താൽ 21ൽ 3 വരും, പിന്നെ 3. 30ൽ 28ലെ 4, പിന്നെ 20 എന്ന് പറയുമ്പോൾ
ഏകദേശം 20ൽ 14 വരുന്ന 2 3.42 കിട്ടും. 3.42 ഇൻറ്റു 5 എന്താ 3.42 ഇൻറ്റു 5 15 15ഉം പിന്നെ 2ഉം 17.14 ഓക്കെ അല്ലേ 17.14. അപ്പോൾ ഇൻറ്റു 5/7 തന്നെ അവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് സംഖ്യൻ്റെ കൂടെ അതായത് 2407 കൂടെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ 2/7, ഇവിടെ 3/7, 4/7, 5/7. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് എന്താ വരുന്നത് 1/7. നിങ്ങൾ ആലോചിച്ച് നോക്കേ 1/7 മൾട്ടിപ്ലൈ ചെയ്താൽ 343 കിട്ടുമോ കിട്ടുമെന്നാണ് നോക്കേണ്ടത്. കാരണം ബാക്കി എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഇവിടെ തെറ്റാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. നമുക്കറിയാം റോങ് നമ്പർ 2407 തന്നെയാണ്, കാരണം ബാക്കി എല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ 2407 പകരം ഇവിടെ ഏതാണ് നമ്പർ എന്ന് നമുക്ക് കാണണ്ടേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻറ്റു 1/7, ഈ ഫസ്റ്റ് നമ്പർ ഇവിടെ ഇൻറ്റു 1/7 ആണെങ്കിൽ 343ൻ്റെ കൂടെ ഇൻറ്റു 7 ആണ് ചെയ്യേണ്ടത്. തിരിച്ചു വരുമ്പോൾ ഇൻറ്റു 7. അപ്പോൾ 343 ഇൻറ്റു 7 ആണ് നമുക്ക് ആ ഫസ്റ്റ് നമ്പർ വേണ്ടത്. 343 ഇൻറ്റു 7 എന്താടാ എത്രയാ 1715ഉം 1715ഉം പിന്നെ 2 ഇൻറ്റു 343 എത്രയാ 686 അല്ലേ 686. അങ്ങനെയാകുമ്പോൾ ഇവിടെ 11 1 0 1 4 2 2401. ഇവിടെ 2407 പകരം 2401 ആണ് വരണ്ടേ. ഓക്കെ അല്ലേ 2401 ആണ് വരണ്ടേ. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ അല്ലേ. ഫോർത്ത് റോങ് നമ്പർ നമ്മൾ ചെയ്തു, ഫോർത്ത് റോങ് നമ്പറും ചെയ്തു. നെക്സ്റ്റ് വൺ ലാസ്റ്റ് റോങ് നമ്പർ ഇതുകൊണ്ട് ഒന്ന് ചെയ്തു നോക്ക്. ഓക്കെ ഫിഫ്ത്ത് വൺ നോക്കാം. 5 7 16 51 208 1045 ഈ 5 നമ്പേഴ്സാണ് വരുന്നത്. ഓക്കെ അല്ലേ. 5ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ ഇത് അഡീഷൻ ആണോടാ? അഡീഷൻ ആണോ? അല്ല. കാരണം എന്താ? കാരണം ഡിഫറൻസുകൾ ഒരു കോമൺ അല്ല, നല്ല ഡിഫറൻസുകൾ വരുന്നുണ്ട്. അതായത് 208ൻ്റെ കൂടെ ഇൻറ്റു 5 പ്ലസ് സംതിങ് ആണ് ഇവിടെ വരുന്നത്. 51ൻ്റെ കൂടെ ഇൻറ്റു 4 പ്ലസ് സംതിങ്, 16ൻ്റെ കൂടെ ഇൻറ്റു 3 പ്ലസ് സംതിങ്, 7ൻ്റെ കൂടെ ഇൻറ്റു 2 പ്ലസ് സംതിങ്. അങ്ങനെയാണ് വരുന്നത് എല്ലാ ക്വസ്റ്റ്യൻ. 5ൻ്റെ കൂടെ 1 പ്ലസ് സംതിങ് ആണ്. അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കാം എത്ര വരും നോക്കാം. ഇൻറ്റു 5 ഇൻറ്റു 1 എത്രയാ 5 പ്ലസ് എത്ര കൂട്ടിയല്ല 7 പ്ലസ് 2 കൂട്ടണം. ഓക്കെ അല്ലേ. സെക്കൻഡ് വൺ നോക്കാം. ഇൻറ്റു 2 ചെയ്തു. ഇൻറ്റു 2 ചെയ്താൽ 14. 14ൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ 16ൻ്റെ കൂടെ ഇൻറ്റു 3 ചെയ്താൽ എന്താടാ ഇൻറ്റു 3 48 വരും പ്ലസ് 3. ഓക്കെ അല്ലേ. ഇതിൻ്റെ കൂടെയോ ഇനിയിപ്പോൾ ബാക്കി ചെയ്യണമെന്നേ ഇല്ല. കാരണം വെച്ചാൽ ഇവിടെ ഇൻറ്റു 1 പ്ലസ് 2 അല്ല, ഇവിടെ പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 അങ്ങനെ വരേണ്ടത്. അതായത് ഒരേ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് അഡീഷനാണ് വരുന്നത്. അതായത് 7 ഇൻറ്റു 2 പ്ലസ് 2 പിന്നെ 16 ഇൻറ്റു 3 പ്ലസ് 3 51 ഇൻറ്റു 4 പ്ലസ് 4 അങ്ങനെ പോകുന്നത്. പക്ഷേ ഫസ്റ്റ് നമ്പറിൽ തന്നെ തെറ്റിയുണ്ടല്ലോ. അപ്പോൾ ഇൻറ്റു 1 പ്ലസ് 1 അവരവിടെ ഇൻറ്റു 1 പ്ലസ് 2 ആണ് വന്നത്. അപ്പോൾ 5ന് പകരം 6 വന്നാലേ നമുക്ക് കറക്റ്റ് ആവും. കാരണം 6 വന്നാൽ 6 ഇൻറ്റു 1 6 പ്ലസ് 1 7 അങ്ങനെ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സംഖ്യയാണ് തെറ്റ്. ഓക്കെ അല്ലേ. അതാണ് റോങ് നമ്പർ. ഓക്കെ അല്ലേ. അപ്പോൾ 5 റോങ് നമ്പർ സീരീസ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞു. 5 റോങ് നമ്പർ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ 5 റോങ് നമ്പർ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് പല സ്ട്രാറ്റജി ആയിരിക്കാം. ചിലർ ഫസ്റ്റ് ആദ്യത്തെ ക്വസ്റ്റ്യൻ മുതൽ ഈസി ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് പോകുന്നുണ്ടാവാം. മറ്റ് ചിലർ ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പോർഷൻസ് കവർ ചെയ്ത് പോകുന്നവരുണ്ടാവും ഫസ്റ്റ് കോണ്ടിൽ. IBPS PO ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് ആദ്യം സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യുന്നതാണ്. അങ്ങനെ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് സിംപ്ലിഫിക്കേഷൻ. 5 സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ ആ 35 ക്വസ്റ്റ്യൻസിൽ എവിടെയാണോ അവിടെ പോയി 5 സിംപ്ലിഫിക്കേഷൻ ഫസ്റ്റ് കവർ ചെയ്യുക. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് നിങ്ങൾ സ്ട്രോങ് ആവേണ്ടത് സ്പീഡ് മാത്സ് ഏരിയയാണ്. സ്പീഡ് മാത്സ് ഏരിയ എന്ന് വെച്ചാൽ ഏതാണ് വരുന്നത്? സ്പീഡ് മാത്സ് ഏരിയ എന്ന് വെച്ചാൽ ക്വാഡ്രാറ്റിക് മിസ്സിംഗ് നമ്പർ റോങ് നമ്പർ, ക്വാഡ്രാറ്റിക് മിസ്സിംഗ് നമ്പർ റോങ് നമ്പർ.
അതിൽ ക്വാഡ്രാറ്റിക് വരുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായി അപ്പം തന്നെ ചെയ്യുക. മിസ്സിംഗ് നമ്പറും സെയിം ടൈമിൽ ചെയ്യുക, കാരണം അധികം പണിയില്ല. പക്ഷേ റോങ് നമ്പർ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുക. അതായത് ഫസ്റ്റ് ഒരു നോട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഏതാണോ അത് ചെയ്യുക. ഇപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഒരു നോട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല, കാരണം 140, 255, 382, 538, 720, 930 നിങ്ങൾക്ക് ഡിഫറൻസ് എടുക്കാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. കാരണം വെച്ചാൽ നമുക്കറിയുന്ന 10ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിൾസ് അല്ല എല്ലാം കുറച്ച് മാറുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാവുന്ന, അതായത് നിങ്ങൾക്ക് ഇത് ഡിഫറൻസ് എടുക്കാൻ തന്നെ ടൈം എടുക്കും. എന്നിട്ട് ഡബിൾ ഡിഫറൻസ് എടുക്കണം. ഇത് കണ്ടോ, ഇത് ഡബിൾ ഡിഫറൻസും അല്ല, ഇവിടെ 10 × 11, 11 × 12. ആ ടൈമിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റേ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. മാർക്ക് ചെയ്യുക, പോവുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഇതിൽ ചെറിയ ചെറിയ ഡിഫറൻസുകളാണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ അപ്പോൾ തന്നെ ചെയ്ത് നോക്കുക. ആ ടൈമിൽ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഡിഫറൻസ് വരും, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഗോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം ചെയ്യുക. നെക്സ്റ്റ് വൺ, ഇതും ചെയ്യാൻ പറ്റും. കാരണം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്വയർസ് പ്ലസ് സംതിങ് ആണെന്ന് മനസ്സിലാവും. അതൊരു കറക്റ്റായിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഫോർമാറ്റ് ആട്ടോ. സ്ക്വയർ പ്ലസ് സംതിങ് അല്ലെങ്കിൽ ക്യൂബ് പ്ലസ് സംതിങ്. ഇത് സ്ക്വയർ പ്ലസ് സംതിങ് ആണ്. സോ സ്ക്വയർ പ്ലസ് സംതിങ് നോക്കിയാൽ മതി. അപ്പോൾ എന്താ പറയുക, നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എക്സാമിന്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഈ ക്വസ്റ്റ്യൻ കുറച്ച് കട്ടിയാണ്. കാരണം വെച്ചാൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ 2407, 343, 98, 42 നിങ്ങൾക്ക് ×1 × 1.5 അല്ലെങ്കിൽ ×1 × 2 ആണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ. പക്ഷേ ഇത് ആ സീരീസ് അല്ല വരുന്നത്, ഇത് വേറൊരു സീരീസാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനും മാർക്ക് ചെയ്യുക, അവസാനം ടൈം ഉണ്ടെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് വൺ, ദിസ് വൺ എന്താ, ഈസി അല്ലേ? കാരണം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കറക്റ്റ് കിട്ടും. ×1 × 1 + 1 × 2 + 2 × 3 + 3 ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 5 ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പോകുമ്പോൾ തന്നെ നിങ്ങൾ ഈ 5 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ഗോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 22, 23, 25 കംപ്ലീറ്റ് ചെയ്യുക. ബാക്കി 2 ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുക. അവസാനം നിങ്ങൾ ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ DI കുറച്ച് കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 1-2 DI കംപ്ലീറ്റ് ചെയ്ത്, അരിത്തമെറ്റിക്കലി ഈസി ആയില്ല, നിങ്ങൾക്ക് സ്ട്രോങ് ആയില്ല ചാപ്റ്റേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും വരിക. എന്നിട്ട് ഇവിടുന്ന് ഈ 2 ക്വസ്റ്റ്യൻസ് ടൈം ഉണ്ടെങ്കിൽ വീണ്ടും ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? അതായത് നിങ്ങൾക്ക് എക്സാമിന് 5 ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പായും ടാർഗറ്റ് ചെയ്യണം. ബാക്കി 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ചിലർക്ക് കാണുമ്പോൾ ഫസ്റ്റ് തന്നെ ഓടും, 7ൻ്റെ എന്തോ ഒരു മൾട്ടിപ്പിൾസ് ആണ്, അങ്ങനെയുള്ളവർക്ക് ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ലെങ്കിൽ തൊടാൻ നിൽക്കരുത്. ഓക്കെ അല്ലേ? അപ്പോൾ റോങ് നമ്പറിലെ ഏകദേശം ഐഡിയ ഇങ്ങനെയാണ് പോകുന്നത് നിങ്ങൾക്ക് എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പോൾ എന്തൊക്കെ തീർത്തു? 3 DIs കംപ്ലീറ്റ് ചെയ്തു, 5 സിംപ്ലിഫിക്കേഷൻ, 5 റോങ് നമ്പറും തീർത്തു. ഇനി 10 ക്വസ്റ്റ്യൻസാണ് ബാക്കിയില്ലേ. ആ 10 ക്വസ്റ്റ്യൻസ് എന്താണ്? അരിത്തമെറ്റിക്. 10 ക്വസ്റ്റ്യനും അരിത്തമെറ്റിക്കാണ് ഇനി വരാൻ പോകുന്നത്. ആ 10 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ ആ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലല്ല ഇമ്പോർട്ടൻസ്, ഏത് സെലക്ട് ചെയ്യുന്നതിലില്ല. കാരണം ആ 10 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. ആ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായി സെലക്ട് ചെയ്യണം. ഓക്കെ അല്ലേ? ഓരോരുത്തർക്ക് ഓരോ ടോപ്പിക്കാണെങ്കിൽ സ്ട്രോങ്, ആ ടോപ്പിക്ക് എടുക്കുക, ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി ടോപ്പിക്സ് അറിയണം. ഈസി ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, 1 ലൈൻ 2 ലൈനിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതപ്പോൾ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കാം ആ ക്വസ്റ്റ്യന് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യേ. ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഓക്കെ, 1 മിനിറ്റ് കിട്ടിയോ? 30 സെക്കൻഡ്സിലാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക? എ ട്രെയിൻ റണ്ണിങ് അറ്റ് 60 km/h crosses a platform in 36 seconds and a man standing on the platform in 18 seconds. Find the length of the platform. പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് ആണ് കാണേണ്ടത്. എന്താ പറയുന്നത്?
ഒരു ട്രെയിൻ, ആ ട്രെയിന് ഇങ്ങനെ പോകുമ്പോൾ ഒരാളെ ക്രോസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അടുത്തത് എന്താ, ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ട്രെയിനിൻ്റെ സ്പീഡും പറഞ്ഞിട്ടുണ്ട്, പിന്നെന്താ പറഞ്ഞിട്ടില്ലേ, രണ്ടിൻ്റെ സെക്കൻഡ്സും പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ഈസി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ 1 km/hലാണ്, 1 സെക്കൻഡ്സിലുമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ആൻസർ മീറ്ററിലുമാണ്. മീറ്ററിൽ ആൻസർ വരണമെന്നുണ്ടെങ്കിൽ km/hനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. 60 km/h മീറ്റർ/സെക്കൻഡിലാക്കിയാൽ എന്താവും, 60 × km/h മീറ്റർ/സെക്കൻഡ് ആക്കണമെങ്കിൽ 5/8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5/8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മീറ്റർ/സെക്കൻഡിൽ കിട്ടും. ഓക്കെ അല്ലേ? സോ ഈ 60നെ 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 കോമൺ, ഇവിടെ 10 പോവും, ഇവിടെ 3 പോവും. എത്രയാ, 50/3. 50/3 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമും ക്രോസ് ചെയ്യുന്നുണ്ട്, ഒരാളെയും ക്രോസ് ചെയ്യുന്നുണ്ട്. ഏതാണ് ആദ്യം എടുക്കാൻ നല്ലത്? പേഴ്സൺ. കാരണം എന്താ, പേഴ്സണിന് ലെങ്ത് ഇല്ല. അപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ ലെങ്ത് കറക്റ്റായിട്ട് അവിടുന്ന് കിട്ടും. ഓക്കെ അല്ലേ? കാരണം പ്ലാറ്റ്ഫോം ആകുമ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് എടുക്കണം, പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് കൊടുക്കണം. പക്ഷേ പേഴ്സൺ ആകുമ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ, മറ്റേ ടൈമും അറിയാം, സ്പീഡും അറിയാം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രെയിനിൻ്റെ ലെങ്ത് കിട്ടും. ഈ ട്രെയിനിൻ്റെ ലെങ്ത് പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യുന്ന ഇക്വേഷനിൽ ഇട്ടാൽ ആൻസർ കിട്ടും. ഓക്കെ, എങ്ങനെ ഇക്വേഷൻ? ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ്, ടൈം ഇൻറ്റു വെലോസിറ്റി അഥവാ സ്പീഡ്. ഓക്കെ അല്ലേ? നമുക്ക് ഡിസ്റ്റൻസാണ് കാണണ്ടേ. ഞാൻ ആദ്യം പേഴ്സൺ ക്രോസ് ചെയ്യുന്ന എടുക്കുന്നു. പേഴ്സൺ ക്രോസ് ചെയ്യുമ്പോൾ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് മാത്രം, ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് ബൈ എന്താണ്, ടൈം. ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് ബൈ ടൈം 18 സെക്കൻഡ്സ് ഈക്വൽ ടു എന്ത് കിട്ടും, സ്പീഡ് കിട്ടും. 50/3 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് എത്രയാ, 18 × 50, 18 × 50/3. ഓക്കെ അല്ലേ? ഈ ഇക്വേഷനിൽ നമ്മൾ ട്രെയിനിൻ്റെ എന്ത് കണ്ടുപിടിച്ചു, ട്രെയിനിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചു. 18ലും 3ലും കോമൺ ആയിട്ട് പോകുന്നത് എന്താ, 6. 6 × 50 300 കിട്ടി. അതായത് ട്രെയിനിൻ്റെ ലെങ്ത്ത് എത്രയാ, ട്രെയിനിൻ്റെ ലെങ്ത്ത് 300 ആണ്. ട്രെയിനിൻ്റെ ലെങ്ത്ത് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ? ഓക്കെ, നെക്സ്റ്റ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് കാണേണ്ടത് അടുത്തത് പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് ആണ്. അതാണ് ക്വസ്റ്റ്യൻ. പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് പറഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ എന്താ, ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് പ്ലാറ്റ്ഫോം പ്ലസ് ട്രെയിന് ബൈ ടൈം ഈക്വൽ ടു സ്പീഡ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ നമുക്ക് അറിയില്ല, പ്ലാറ്റ്ഫോം അറിയില്ല, ട്രെയിൻ അറിയാലോ, 300 മീറ്റർ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ആ 300 ഇട്ട് കൊടുത്താൽ ടി ഇൻറ്റു വി കിട്ടും. ഈ ടീനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ടി ഇൻറ്റു വി. ടി എത്രയാടാ, ടി ഇവിടെ 36 സെക്കൻഡ്സ് തന്നിട്ടുണ്ട്. ടി 36 ഇൻറ്റു ഏതാണ്, വി എത്രയാ, 50/3. 50/3. 3യും 36 എന്ന് പറയുമ്പോൾ 12. 12 × 50 എന്ന് പറഞ്ഞാൽ എത്രയാ, 600. അങ്ങനെയാണ് പി എന്ന് വെച്ചാൽ 600 - 300 കിട്ടും. ഓക്കെ അല്ലേ? 300. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അതായത് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്പീഡ് തന്നു, ഒരു പ്ലാറ്റ്ഫോമിനെ ഒരു പേഴ്സണെ എന്താക്കുന്നത്, ക്രോസ് ചെയ്യുന്ന ടൈമും തന്നു. അപ്പോൾ ഇത് മൂന്നും വെച്ച് കണക്ട് ചെയ്യുക ചെയ്യുന്നത്. ആദ്യം പേഴ്സണെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് കിട്ടും. നെക്സ്റ്റ് വണ്ണ് ആ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസും കൂടി ഇട്ട് പ്ലാറ്റ്ഫോമിൻ്റെ ഡിസ്റ്റൻസ് കാണും. ഓക്കെ അല്ലേ? ചെയ്താൽ മനസ്സിലായില്ലേ? ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ ചെയ്ത് നോക്ക്.
ഓക്കെ, ചെയ്തോ? എന്താണ് ക്വസ്റ്റ്യൻ? എളുപ്പമല്ലേ? കാരണം ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മാർക്കറ്റ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് 300. നമുക്ക് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 50% മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് വെച്ചിട്ടുള്ള കണക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഷോപ്പ് കീപ്പർ ഗീവ്സ് ഡിസ്കൗണ്ട് ഓഫ് 10% D%. അതായത് മാർക്ക് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലേക്കുള്ള ഡിസ്കൗണ്ടുകൾ 2 തന്നിട്ടുണ്ട് സക്സസീവ്. പക്ഷേ അത് വെച്ച് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കറക്റ്റ് കാണാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് സ്റ്റിൽ ഏൺഡ് പ്രോഫിറ്റ് ഓഫ് 8%. ഓക്കെ, കോസ്റ്റ് പ്രൈസ് ഓൾറെഡി കിട്ടിയതുകൊണ്ട് കോസ്റ്റ് പ്രൈസ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കാണാനും പറ്റും. അപ്പോൾ ഇത് വെച്ച് ഡി കാണാനാണ് പറഞ്ഞത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ബേസിക് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്ക് പ്രൈസ് ഇക്വേഷൻ ഇട്ടാൽ മതി. ഓക്കെ അല്ലേ? കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ ഒരാൾ ഒരു സാധനം ഒരു കടയിൽ നിന്ന് വാങ്ങുന്നത്, ആ വാങ്ങുന്ന പ്രൈസാണ് കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ ഒരാൾ ഇപ്പോൾ ഒരു പേന എന്തെങ്കിലും ഉണ്ടാക്കുന്നത്, അത് ഉണ്ടാക്കാൻ വേണ്ടി അയാൾക്ക് 3 രൂപ ചിലവായി. ആ പേന നിർമ്മിക്കാൻ വേണ്ടി അയാൾക്ക് 3 രൂപ ചിലവായി. അതാണ് കോസ്റ്റ് പ്രൈസ്. ഈ കോസ്റ്റ് പ്രൈസിൽ വാങ്ങിയ സാധനം അയാൾ ഇപ്പോൾ കടയിൽ ഇപ്പോൾ ഒരു 10 രൂപ പെന്നിന് വില ഇട്ടു. അതായത് ആ പെന്നിൻ്റെ നമ്മൾ എഴുതി വെക്കുന്ന വില 10 രൂപ, അത് മാർക്ക് പ്രൈസ്. എന്നിട്ട് ഡിസ്കൗണ്ട് വെച്ചിട്ട് 8 രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നതെന്ന് പറയുന്നു. ആ 8 രൂപ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ അല്ലേ? ആദ്യം നിർമ്മിക്കാൻ ആവശ്യമില്ല ചിലവാണ് കോസ്റ്റ് പ്രൈസ്. പിന്നെ അതിൽ നിന്ന് അയാൾ എത്രയാണോ അതിന് കറക്റ്റായിട്ട് MRP ഇടുന്നത്, അത് മാർക്ക് പ്രൈസ്. അത് കഴിഞ്ഞ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് അയാൾ വിൽക്കുന്നത് എത്ര രൂപക്കാണോ അത് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ അല്ലേ? അങ്ങനെ വരുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലേക്ക് പോകുമ്പോൾ പ്രോഫിറ്റാണ് കിട്ടുക. കാരണം കോസ്റ്റ് പ്രൈസിൽ നിന്ന്, അതായത് ഉണ്ടാക്കിയ സാധനത്തിനെ വിറ്റ് കഴിയുമ്പോഴല്ലേ പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഉണ്ടാക്കിയ സാധനം കോസ്റ്റ് പ്രൈസിൽ, പിന്നെ വിൽക്കുന്നത് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ അതിന് എന്ത് കിട്ടും? അതിന് പ്രോഫിറ്റ് കിട്ടും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ്. സെല്ലിങ്ങും മാർക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? ഡിസ്കൗണ്ട്. കാരണം വെച്ചാൽ ഈ വില ഇട്ട വിലയിൽ നിന്ന് ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് സെല്ലിംഗ് പ്രൈസിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? ഡിസ്കൗണ്ട്. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നോക്കാം. മാർക്ക് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് 300. മാർക്ക് പ്രൈസ് 300. ഓക്കെ, തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം. വിച്ച് ഈസ് 50% മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ്. ഈ 300 എന്ന് പറഞ്ഞാൽ 50% മോർ ദാൻ കോസ്റ്റ് പ്രൈസ് ആണ്. അതായത് 300 എന്ന് പറഞ്ഞാൽ 50% മോർ ദാൻ എന്ന് പറഞ്ഞാൽ എന്താടാ? 50% മോർ ദാൻ എന്ന് പറഞ്ഞാൽ 150%. അതായത് 100% ഒരു സാധനത്തിന് 50% കൂടുതൽ പറഞ്ഞാൽ 150%. ഈ 150% എന്ന് വെച്ചാൽ 150/100 അല്ലേ? 150/100 അല്ലേ? അതായത് 50 കോമൺ ആണ്, 3/2. അപ്പോൾ ഈ 300 എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 3/2 ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് എന്താണോ അതിൻ്റെ കൂടെ 3/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാർക്ക് പ്രൈസ് കിട്ടും, 300 കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഈ കോസ്റ്റ് പ്രൈസ് എന്താ? 300 × 2/3. 300 × 2/3. അങ്ങനെ ചെയ്യാം, ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ 300 50% മോർ ദാൻ ആണ്. 300 50% മോർ ദാൻ ആണ്. അങ്ങനെയാണ് ഈ കോസ്റ്റ് പ്രൈസ് എത്രയെന്ന് ചോദിച്ചാൽ 300 150%. 300/150 2 അല്ലേ? 2 × 100 കോസ്റ്റ് പ്രൈസ് 200. അപ്പോൾ 300 50% കൂടുതലെന്ന് പറഞ്ഞാൽ ഇതിൽ 3 50% ഉണ്ട്. അതായത് മൂന്ന് 50% ഉണ്ട്. അതായത് 150%ൽ 3 50% ഉണ്ട്. അപ്പോൾ 300നെ 3 ഈക്വൽ പാർട്ടാക്കാം. 100 100 100. അതിൽ 2 പാർട്ടാണ് കോസ്റ്റ് പ്രൈസ്. 100% ആണ് കോസ്റ്റ് പ്രൈസ് 200. ഓക്കെ അല്ലേ? അപ്പോൾ കോസ്റ്റ് പ്രൈസ് 200 കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? ഷോപ്പ് കീപ്പർ ഗീവ് സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 10% D%. സക്സസീവ് ആണ്. അപ്പോൾ 300ന് ആദ്യം അയാൾ 10% കൊടുത്തു ഡിസ്കൗണ്ട്. 300ൻ്റെ 10% എത്രയാടാ? 30. നിങ്ങൾക്കറിയാം, ഒരു 0 ഒഴിവാക്കിയാൽ മതി. 30 ആണ് 10%. ആ ഡിസ്കൗണ്ട് കൊടുത്തു. ആ 30 രൂപ അതിൽ നിന്ന് കുറച്ചു. 300ന് 30 കുറച്ചാൽ എത്രയാ? 270 കിട്ടും. 270. എന്നിട്ട് ആ 270ന് പിന്നെ D% കൊടുത്തു. പിന്നെ D% കുറച്ചു. 270ന് വീണ്ടും ഡിസ്കൗണ്ട്. വീണ്ടും എത്ര? D% കുറച്ചിട്ട് കിട്ടുന്ന വാല്യൂ. അതായത് 100 മൈനസ് D/100. ഇതാണ് എന്ത്? സെല്ലിംഗ് പ്രൈസ്. അതായത് 270ന് D% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ 270 × D/100 എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് കൊടുത്ത വാല്യൂ കിട്ടും. എന്നിട്ട് അത് 100% എന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. 270 × 100 മൈനസ് D/100 ആണ് എന്ത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് പ്രൈസ് എന്ന് ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? സ്റ്റിൽ ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 8%. അതായത് ഇയാൾക്ക് എന്നിട്ടും 8% പ്രോഫിറ്റ് കിട്ടിയായിരുന്നു. കോസ്റ്റ് പ്രൈസ് എന്നല്ല പ്രോഫിറ്റ് കിട്ടുന്നത്. 200ന് 8% പ്രോഫിറ്റ് പറയുകയാണെങ്കിൽ 200ൻ്റെ 8% എത്രയാ? 100ൻ്റെ 8% 100. അപ്പോൾ 200ൻ്റെ 8% 16. അപ്പോൾ 216 ആണ് എന്ത്? സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഇവിടുന്ന് നോക്കുമ്പോൾ 216 ആണ്.
ആ 216 അല്ലേ ഇവിടുന്ന് വരുന്ന ഈ 270 ഇൻറ്റു 100 മൈനസ് ഡി ബൈ 100. ഈ രണ്ട് ഇക്വേഷനും കൂടി എന്താണ് കമ്പയർ ചെയ്താൽ മതി. 270 എന്തോ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ 216 കിട്ടും. 270 എന്തോ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ 216 കിട്ടും. അപ്പോൾ 270 216 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 52 കിട്ടും. 52 ഓക്കെ അല്ലേ? 52 ആണ് 216ഉം 270. അതായത് 1 മിനിറ്റ്, ഇത് ഒഴിവാക്ക്. ഇനി ഓക്കെ, 270 എന്തോ ഒരു ഡിസ്കൗണ്ട്, ഈ ഡി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 216 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 216ഉം 270 തമ്മിലുള്ള ഡിഫറൻസ് ആണ് 52. അത് എന്തിലാണ് നമുക്ക് എന്താ പറയുക ഡിസ്കൗണ്ട് കാണുന്നത്? 270 ഡിസ്കൗണ്ട് കാണുന്നത്? 270 ഡിസ്കൗണ്ട് കാണുന്നത് ഇൻറ്റു 100. ഇതാണ് എന്ത്? പെർസെൻറ്റേജ് ഓഫ് ഡി. അപ്പോൾ 0 കട്ടായി. പിന്നെ 52 എത്ര? 3 1 4 27 9. ടോട്ടല് നമുക്ക് എത്ര കിട്ടും? 52 എന്ന് വരുമ്പോൾ 140/9. ഏകദേശം നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 20% ആണ്. 20% ആണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. 20% അല്ലേ? ഒന്ന് ക്വസ്റ്റ്യൻ നോക്ക്. സോറി, ഇവിടെ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ ഡിഫറൻസ് എത്രയായിരുന്നു? 270 260 തമ്മിൽ ഡിഫറൻസ് എത്രയാണ്? 54 ആണ്. 54/270 എന്ന് വെച്ചാൽ ഇവിടെ 1, 54 ഇവിടെ 5 വട്ടം. അപ്പോൾ 100/5 20%. ഓക്കെ അല്ലേ? 20%. അപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ 20%. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 20%. അപ്പോൾ ഡീൻ്റെ വാല്യൂ 20% കിട്ടുന്നത്. എളുപ്പമാണ് ക്വസ്റ്റ്യൻ. കാരണം മാർക്ക് പ്രൈസ് തന്നിട്ടുണ്ട്, അവിടുന്ന് 10% ഡിസ്കൗണ്ട് കൊടുത്ത് 270, പിന്നെ അതിൽ ഡി % ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്തിന് ഈക്വലാണ്? കോസ്റ്റ് പ്രൈസ് ആയില്ല 200നോട് 8% പ്രോഫിറ്റിൽ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസിനോട് ഈക്വലാണ്. 8% പ്രോഫിറ്റ് വിറ്റാൽ 216 കിട്ടും. ഈ 270 സംതിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് ആയി കിട്ടുന്നതും 216 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഈ 270 216 തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ട് എന്തിൻ്റെ മേലെയാണ്? ഈ 270 മേലെ. കാരണം ഓൾറെഡി 10% 300 മേലെ ഡിസ്കൗണ്ട് പോയി. പിന്നെ സക്സസീവായി 270 എന്നാണ് അടുത്ത ഡിസ്കൗണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിഫറൻസ് ആയില്ല 54/270 × 100 ചെയ്ത് കഴിഞ്ഞാൽ 20%. ഈ 20% ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? സി. ഓക്കെ അല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഒന്ന് ചെയ്ത് നോക്ക്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ ആൾക്കാർക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്ക്. നിങ്ങൾ മിക്കവാറും ഇപ്പോൾ ലാസ്റ്റ് 2 ടോപ്പിക് എന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് സ്ട്രോങ് ആവണം. പക്ഷേ ഇങ്ങനത്തെ ഡി പോലത്തെ വേരിയബിൾസ് വരികയാണെങ്കിൽ ചെയ്യാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് അടിക്കാം. അതേപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. കാരണം ടൈം ആൻഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിക്കാത്തൊരു ടോപ്പിക്, അതായത് എല്ലാവരും സ്ട്രോങ് ആക്കി വെക്കാത്തൊരു ടോപ്പിക്കാണ്. പക്ഷേ ആ ടോപ്പിക്കിൽ ഏറ്റവും ഈസിയുള്ള ക്വസ്റ്റ്യനാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യണം. കാരണം ബേസിക് എന്തായാലും പഠിക്കണം. ആ ബേസിക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്യണം. നെക്സ്റ്റ് വൺ ഓപ്ഷനിലാണ്. ചിലർക്ക് നല്ല സ്ട്രോങ് ആണെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യണമെന്നില്ല. പക്ഷേ ഈ തേർഡ് വൺ നിങ്ങൾ ചെയ്യണം. കാരണം ടൈം ആൻഡ് വർക്കിലെ അത്യാവശ്യം എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. നോക്കാം എങ്ങനെ ചെയ്യുന്ന നോക്കാം. ഓക്കെ അല്ലേ?
എ ബി സി 20, 30, 40 ഡേയിൽ വർക്ക് തീർക്കുന്നത്. എയുടെയും ബിയുടെയും സിയുടെയും ഇൻഡിവിജ്വൽ വർക്കിൻ്റെ ഡേയ്സ് പറഞ്ഞിട്ടുണ്ട്. ദേ സ്റ്റാർട്ട് ടു വർക്ക് ടുഗദർ ബട്ട് എ ലീവ്സ് ആഫ്റ്റർ 6 days, ബി ലീവ്സ് ആഫ്റ്റർ 10 days. ഹൗ മെനി ഡേയ്സ് സി വിൽ കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക്? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? നോക്കാം. എ ബി സി. എ 20 ഡേയ്സിൽ ഒരു വർക്ക് തീർക്കും, ബി 30 ഡേയ്സിൽ, സി 40 ഡേയ്സിൽ. അപ്പം 3 പേരും കൂടി എത്ര, 3 പേരുടെയും കൂടി LCM എത്രയാ? 20, 30, 40ൻ്റെ LCM എത്രയാടാ? 60 അല്ലേ? 60 വരില്ല, കാരണം 40 ഡിവിസിബിൾ അല്ല. 80 വരില്ല, 100 വരില്ല, 120 വരും. 120/20 എന്താ? 6. 120/30 എന്താ? 4. 120/40 3. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതാണ് ഡേയ്സ്, ഇത് ടോട്ടൽ വർക്ക്, ഇത് എഫിഷ്യൻസി. അതായത് നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 20, 30, 40 3 ഇൻഡിവിജ്വൽ വർക്ക്സിൻ്റെയും LCM എടുക്കും. ആ LCM എടുത്ത് കിട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ വർക്ക്. ഈ ടോട്ടൽ വർക്ക് ബൈ ഡേയ്സ് ചെയ്യുന്നതാണ് എഫിഷ്യൻസി. 6, 4, 3. നമുക്ക് ഓരോരുത്തരുടെയും എഫിഷ്യൻസി കിട്ടി. എയും ബിയും സിയും എഫിഷ്യൻസി കിട്ടി. ഇനി അവർ പറയുന്നത് എല്ലാവരും ഒപ്പം വർക്ക് സ്റ്റാർട്ട് ചെയ്തു. എ എത്ര ദിവസം കഴിഞ്ഞപ്പോൾ പോയി? എ 6 ദിവസം കഴിഞ്ഞപ്പോൾ പോയി. അതായത് എ 6 ദിവസം വർക്ക് ചെയ്തു. 6 ദിവസം കഴിഞ്ഞപ്പോൾ എ പോയി എന്ന് പറഞ്ഞാൽ എ 6 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ എ ഇൻറ്റു 6, എ എന്ന് പറഞ്ഞാൽ 6 ആണ്, ഇൻറ്റു 6 ഡേയ്സ്, 6 × 6 എ വർക്ക് ചെയ്തു. എൻ്റെ വർക്ക് ടോട്ടൽ ഇങ്ങനെയാണ്. ഇനി നെക്സ്റ്റ്, ബി ലീവ്സ് ആഫ്റ്റർ 10 days. ബി 10 ദിവസം കഴിഞ്ഞപ്പോൾ ബിയും പോയി. 10 ദിവസം എന്ന് പറയുമ്പോൾ ബി 10 ദിവസം വർക്ക് ചെയ്തു. 4 അല്ലേ ബീൻ്റെ എഫിഷ്യൻസി? ഇൻറ്റു 10 days ബിയും വർക്ക് ചെയ്തു. പ്ലസ് സീൻ്റെ എഫിഷ്യൻസി എത്ര? 3. ബാക്കി ഈ 10 ദിവസത്തിൻ്റെ കൂടെ സി പിന്നെയും കുറച്ച് ദിവസം കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 10 ദിവസം എന്തായാലും 3 പേരും ഒപ്പം സ്റ്റാർട്ട് ചെയ്തത്. 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എയും ബിയും പോയി കഴിഞ്ഞു. അപ്പോൾ ഈ 10 ദിവസം എന്തായാലും സി വർക്ക് ചെയ്തിട്ടുണ്ട്. സി 10 ദിവസം എന്തായാലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയും സി ബാക്കി കുറച്ച് എന്തോ, സീൻ്റെ എഫിഷ്യൻസി 3, കുറച്ച് എത്രയോ ഡേയ്സ് സി പിന്നെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയും വർക്കുകൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എത്ര 120 വർക്ക് തീർന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. 6 × 6 എന്താ? 36. 4 × 10 40. 3 × 10 30. 30 + 40 70. 70 + 36 106. 120 106 പോയാൽ എത്രയാ? 120 ഈ 3 കൂട്ടിയില്ല, 106 പോയാൽ എത്രയാ? 14 കിട്ടും. ഈ 14 എന്ത്? 14 നമുക്ക് 3D കിട്ടുന്നത്. 3D 14 കിട്ടുന്നത്. അപ്പോൾ ഡി എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കുന്നില്ലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. സി എത്ര ദിവസം കൊണ്ടാണ് വർക്ക് തീർക്കുന്നത്? സി എന്ന് വെച്ചാൽ സി ബാക്കി എത്രയാ? 3 days. സി എന്ന് പറഞ്ഞാൽ 3D = 14. അപ്പോൾ ഡി എന്ന് വെച്ചാൽ എത്രയാ? 14/3 ആണ്. 14/3 എന്ന് വെച്ചാൽ എത്രയാ? 12 4D 4, പിന്നെ 2/3, 4 2/3 ആണ്. 4 2/3 ആണ് ആൻസർ. 4 2/3 ആണ് ആൻസർ. സോറി, ഓപ്ഷൻസിൽ ഇട്ട ഓപ്ഷൻസ് തെറ്റായിരുന്നു. നിങ്ങളുടെ റൈസിൻ്റെ ആപ്പിൽ ഓപ്ഷൻസ് കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ PDF-ലേക്ക് മാറ്റിയപ്പോൾ ഓപ്ഷൻസ് മാറിപ്പോയിട്ടുണ്ട്. സോ 4 2/3 ആണ് ആൻസർ. റൈസിൻ്റെ ആപ്പ് ചെക്ക് ചെയ്താൽ അതിൽ ഓപ്ഷൻ കാണാം. 4 2/3 ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഡി ആണ് ഓപ്ഷൻ കറക്റ്റ് റൈസിൻ്റെ ആപ്പ് വെച്ച്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ ചെയ്ത് നോക്ക്. ഓക്കെ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് എന്താ പറഞ്ഞില്ലേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 20% 2 years ഇൻവെസ്റ്റ് ചെയ്തു. ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് സം ഓഫ് 2 years 96 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പിൾ ആണ് പറഞ്ഞത്. 2 years കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കാണുന്ന എങ്ങനെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറൻസ് = P × R² / 100² ആണ് ഇക്വേഷൻ. 2 years
എന്താ പറയുക കോമ്പൗണ്ട് സിമ്പിൾ തമ്മിലുള്ള ഡിഫറൻസ് കാണുന്ന ഇക്വേഷനാണ് PR²/100. ഓക്കെ അല്ലേ? പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ, ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ട് കേസിൽ കോമ്പൗണ്ടും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്ര തന്നിട്ടുള്ളത്? 96 തന്നിട്ടുണ്ട്. 96. പിന്നെ പി അറിയില്ല, പ്രിൻസിപ്പൾ അറിയില്ല. R², ആർ എത്രയാ? 20 തന്നിട്ടുണ്ട്. 20² എന്ന് പറഞ്ഞാൽ 400 ബൈ 100² 100 0 2 0. ഈ 2 0 കട്ടായി. 400 എത്ര പോവും? 25 പോവും. അപ്പോൾ പ്രിൻസിപ്പൾ ഈക്വൽ ടു 25 ഇൻറ്റു 96. 25 ഇൻറ്റു 96 എന്ന് വെച്ചാൽ 2400. 25 ഇൻറ്റു 96 2400. ഓക്കെ അല്ലേ? 2400. 25 ഇൻറ്റു 96 എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ഒരു ടെക്നിക്ക് പറയുകയാണെങ്കിൽ 25 ഇൻറ്റു 96നെ വേണമെങ്കിൽ നമുക്ക് 96 പിന്നെ 20/4 ഇങ്ങനെ ചെയ്യാം. 25 കൊണ്ട് ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലും 96ൻ്റെ കൂടെ, അതായത് ഏതാണോ സംഖ്യ അതിൻ്റെ കൂടെ ഒരു 2 0 എടുക്കുക, അടിയിൽ 4 ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കിട്ടും. 96/4 നമുക്കറിയാലോ 24 ആണ്. 2400. 2400 ആൻസർ. അങ്ങനെ മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെ. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്ക്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്ന നോക്കാം. ഇപ്പോൾ 160 ലിറ്റേഴ്സ് ഓഫ് മിക്സ്ചർ അല്ലത്. 160 ലിറ്റേഴ്സ് ഓഫ് മിക്സ്ചറിൽ മിൽക്കും വാട്ടറും ഉണ്ടടാ. മിൽക്കും വാട്ടറും ഉണ്ട്. മിൽക്കും ഉണ്ട്, വാട്ടറും ഉണ്ട്. അതിൽ മിൽക്ക് എന്ന് വെച്ചാൽ 7ഉം വാട്ടർ 3ഉം ആണ്. 7:3. മിൽക്ക് വാട്ടർ റേഷ്യോ 7:3 ആണ്. മിൽക്ക് വാട്ടർ 7:3 ആണ്. സോ എന്താ പറയുക 7:3 റേഷ്യോ. അപ്പോൾ 160 7:3 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 160 ബൈ ടോട്ടൽ റേഷ്യോ 10. അപ്പോൾ ഒരു റേഷ്യോ 16. അപ്പോൾ 7 × 16 എത്രയാ? 7 × 16. 7 × 16 എന്ന് വെച്ചാൽ 80, 90, 100, 112 വരും. ബാക്കി വരുന്ന 48 എന്താണ്? വാട്ടറാണ്. ബാക്കി വരുന്ന 48 വാട്ടറാണ്. ഓക്കെ അല്ലേ? ബാക്കി വരുന്ന 48 വാട്ടറാണ്. പിന്നെ അടുത്ത നെക്സ്റ്റ് കേസ് എന്താ പറഞ്ഞത്? ഇതിൻ്റെ കൂടെ ഇതിൽ നിന്ന് ഇപ്പോൾ ഇതാണ് മിക്സ്ചറിൻ്റെ ടോട്ടൽ, അതായത് രണ്ട് സൈഡിലും ഇത്ര വെച്ചിട്ടാണ് വരുന്നത്. ഇതിൽ നിന്ന് എന്താണ് റിമൂവ് ചെയ്തത്? 60 ലിറ്റർ റിമൂവ് ചെയ്തു. ഒരു മിക്സ്ചറിന് നമ്മൾ 60 ലിറ്റർ എടുത്ത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് പോകുന്നത്? മിൽക്കും വാട്ടറും എത്ര പോർഷനിലാണ് അതിലുണ്ടായിരുന്നത് ആ പോർഷനിലാണ് പോകുന്നത്. അപ്പോൾ ഈ 60 ലിറ്റർ 7:3 പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ 60 ലിറ്റർ ആണെങ്കിൽ അത് ടോട്ടൽ 10 റേഷ്യോ ആക്കിയാൽ അതിൽ നിന്ന് ഓരോ റേഷ്യോ ആണ് പുറത്ത് പോകുന്നത്. 10 റേഷ്യോയിൽ 6 ആണ് ഒരു റേഷ്യോ. അപ്പോൾ ഇവിടുന്ന് 7 റേഷ്യോ പോകും. 7 റേഷ്യോ എന്ന് വെച്ചാൽ 7 × 6. 7 × 6 എന്താ? 42 ഇവിടുന്ന് പോകും. ഇവിടുന്നോ 3 × 6 18 ഇവിടുന്നും പോകും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്രയാണ് വരുന്നത്? 42 ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 70 ഇവിടെ വരും. പിന്നെ 48 പോയാൽ ഇവിടെ 30 വരും. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത എന്താ? എന്നിട്ട് X ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആഡ് ചെയ്തു. എന്നിട്ട് ഈ വാട്ടറിൻ്റെ കൂടെ X ആഡ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ 2 റേഷ്യോ വരും, ഇവിടെ 1 റേഷ്യോ വരും. ഓക്കെ അല്ലേ? 2 റേഷ്യോ വരും, ഇവിടെ 1 റേഷ്യോ വരും. അപ്പോൾ ഈ 70 അല്ലേ 2 റേഷ്യോ? 70 2 റേഷ്യോ ആണെങ്കിൽ 1 റേഷ്യോ എന്താ? 35. 72 റേഷ്യോ ആണെങ്കിൽ 1 റേഷ്യോ 35. അതായത് ഇവിടെ ടോട്ടൽ ഈ 30 + X എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് 35 ആണ്. അപ്പോൾ 30 + സംതിങ് ആണ് 35. 30 + 5 അല്ലേ 35. അപ്പോൾ X = 5. നമ്മൾ ചോദിച്ചത് എന്താ? Xൻ്റെ വാല്യൂ. അപ്പോൾ X = 5. ക്വസ്റ്റ്യൻ എളുപ്പമാണ്. മിക്സറിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 2 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അരിത്തമെറ്റിക്. അതായത് ടൈം ആൻഡ് ഡിസ്റ്റൻസിന് ഒന്നുണ്ടായിരുന്നു. ടൈം ആൻഡ് വർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എളുപ്പമുണ്ടായിരുന്നു. പിന്നെ പി മിക്സ്ചർ ഇതും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത 5 ക്വസ്റ്റ്യൻസ് ആണ് അരിത്തമെറ്റിക്കിൻ്റെ. 5 ക്വസ്റ്റ്യനും റോങ് നമ്പറിന് 5 ക്വസ്റ്റ്യനും ആയിരുന്നു. അപ്പോൾ റോങ് നമ്പറിൽ ഒരു 3ഉം അരിത്തമെറ്റിക്കിൽ ഒരു 3ഉം ആണ് ഞാൻ ചെയ്യാൻ പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നതിൽ ഒരു 2 DI 10 ക്വസ്റ്റ്യൻ, പിന്നെ 5 സിംപ്ലിഫിക്കേഷൻ 15, പിന്നെ ഈ 3ഉം 3ഉം 21 ക്വസ്റ്റ്യൻ. നല്ല അറ്റംപ്റ്റ് ആണ്. IBPS PO 21 അറ്റംപ്റ്റ് ഒക്കെ നല്ല അറ്റംപ്റ്റ് ആണ്. നിങ്ങൾക്ക് ആ 21 അറ്റംപ്റ്റ് ഇടാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് കോണ്ട് എന്നുള്ള പേപ്പറിൽ ഒരു 90% സെക്ഷൻ നോക്കുകയാണെങ്കിൽ 90% മേലെ നിങ്ങൾക്ക് മാർക്ക് കയറിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ
ഇതുപോലെ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് 10 ക്വസ്റ്റ്യൻ ആയിരുന്നു അരിത്തമെറ്റിക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ തന്നെ 5 ക്വസ്റ്റ്യൻ കവറായി. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് കോണ്ടിൻ്റെ സെക്ഷൻ തുടങ്ങുമ്പോൾ അരിത്തമെറ്റിക്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അരിത്തമെറ്റിക്കിലെ 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ കോണ്ടിൻ്റെ സെക്ഷൻ എങ്ങനെയാണ് എടുത്തത് അതിൻ്റെ അടുത്ത റിവേഴ്സ് ഓർഡറിൽ നെക്സ്റ്റ് ക്ലാസ് പോവാം. ഓക്കെ അല്ലേ? ആദ്യം അരിത്തമെറ്റിക് തീർക്കാം, റോങ് നമ്പർ, സിംപ്ലിഫിക്കേഷൻ, DI ആ ഓർഡറിൽ പോവാം. ഓക്കെ അല്ലേ? സോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.